കാർക്കൂന്തലും കെട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നോ? ചൗപ്പുകളൊന്നും ഇല്ല, ജോലികളൊക്കെ തീർന്നല്ല. ഒരു ചായയും കൂടെ കൊടുത്തിട്ടങ്ങ് പോവാം. 3 മണി ആയിരുന്നല്ല, മഴയും പിടിച്ച് ഇതൊരു തണുപ്പും. നീ അറിഞ്ഞാ നമ്മളെ അന്ന അറിഞ്ഞാ? ഇല്ല, ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്തിരി മുമ്പേ ഫോൺ ചെയ്യുന്നു, കറണ്ട് ഇല്ല എവിടെയെന്ന്. എന്ത്? അതെ, കറണ്ട് ഇല്ലെങ്കിൽ ജോലിയില്ല. ഓ, പിന്നെ നമ്മളെ വായനശാലയിലെ വാർഷികം നടത്താൻ നിങ്ങളെ കുടുംബശ്രീന്ന് പിരിവിട്ട് തരാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുടുംബശ്രീയുടെ പിരിവ് നിങ്ങളുടെ ഭർത്താവിനോടൊക്കെ അങ്ങാരുണ്ട് അതിനകത്ത്? ഞാൻ ചോദിച്ചു, നിങ്ങളെ വായനശാലയിലെ വാർഷികം നടത്താൻ നിങ്ങൾക്ക് വേറെ കുപ്പിയൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് പിരിവിടാൻ അറിയാല്ലേ? നിങ്ങൾക്ക് വായനശാലയിലേക്ക് നടത്താൻ നമ്മൾ തരൂല. അല്ലെങ്കിൽ എന്തെങ്കിലും വായനശാലയ്ക്ക് നമ്മൾ പിരിവിട്ട് കൊടുത്താൽ കുറെ കടകയറ്റത്തില് കുറെ കൊച്ചുങ്ങളെ ഒരു കട എടുത്തങ്ങ് വെട്ടി കുറെ ഓയിലും തേച്ച് കൊച്ചുങ്ങളെ തേച്ച് തേപ്പ് കൊച്ചുങ്ങൾ ഇറങ്ങും. അവസാനം അതേസമയം ഒരു പൈൻറ്റ് കുപ്പി എടുത്താൽ അതിന്റെ മോളിൽ എന്റെ ഭർത്താവ് ഫസ്റ്റ് കയറിയ പൈൻറ്റ് കുപ്പി കൊണ്ട് എടുത്ത് അത് കിടക്കും. അതൊന്നും വേണ്ട. അമ്മക്ക് വടംവലി വെച്ചാ നമ്മള് പെണ്ണുങ്ങളെ അങ്ങോട്ട് വലിച്ചാക്കിയാണ് ഇങ്ങോട്ട് വരും. അതേ അപ്പോഴെന്തിനാ? അപ്പോഴതൊന്നും അല്ല. ഇവർക്ക് ഇനി കുടുംബശ്രീക്കാരെ രക്തത്തോടെ ഇറക്കാൻ പറഞ്ഞു. അപ്പോഴും ഞങ്ങള് അങ്ങനെ പറയുന്നത് ഇനി അങ്ങേര് പറയാം വനിതകളെ മുമ്പ് എന്നിട്ട് നാളെ തിരികെ പോയി ഞാൻ സാധനം വെച്ചോണ്ട് വരാൻ പറയും. ദൈവത്തെ ഓർത്ത് ഞാൻ വനിത സ്ത്രീകൾക്കാണ് മുൻഗണന. ഇത് പറയുന്നത് എന്റെ ഭർത്താവിന്റെ മുമ്പ് വെച്ച് പറയുന്നത് നാളെ തൊട്ട് ചീട്ടി സാധനം മേടിക്കാൻ എന്നെ പറഞ്ഞു വിടും. മുൻഗണന നീ പോയി നിൽക്കാൻ പറയും. നിന്റെ കഴിപ്പ് അങ്ങേര് പറയുന്നത് നമ്മളെ പേര്